ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാത്തതാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പനീർ ബട്ടർ മസാല ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പനീറിനേക്കാളും കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കുകയും ചെയ്യണം. അതേ രീതിക്ക് ഒരുവിധം നന്നായിട്ടൊന്ന് ഒരുപാട് ഫ്രൈ ആവണ്ട, എന്നാലും ഒരുവിധം ഒന്ന് ഞാൻ കാണിച്ചുതരാം. ആ ഒരു അളവിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണ മതി കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒന്നും എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മളൊരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വലിയ സൈസിലേക്കുള്ള 2 ഉള്ളിയാണ് ചെറുതായിട്ട് റഫായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എല്ലാം കൂടെ വണക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ അത് റഫായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ മതി. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അത് 4ആയിട്ട് ഞാൻ അറുത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കാം. ഒരുപാട് വണക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴങ്ങി വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പനീർ ബട്ടർ മസാല ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു കറി. അപ്പോൾ നമ്മുടെ ഉള്ളി ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വഴറ്റിയതിന് ശേഷം 2 തക്കാളിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഞാൻ എന്തായാലും പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തന്നെയാണ് കേട്ടോ, കൂടുതലൊന്നും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. കുറച്ച് ഒന്ന് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാൻ മാത്രമായിട്ട് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്ന രീതി ആവട്ടെ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്നട്ട് ഞാനിപ്പോൾ കറി വെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ്, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ കാഷ്നട്ട് ഇടുന്ന സമയത്ത് നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് ആവണ്ട, നമ്മൾ ഈ കാണിച്ചില്ല. അപ്പോൾ ഈ ഒരു അളവിലേക്ക് മാത്രം മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വരികയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കറിക്ക് നമ്മുടെ ഒരു കറിക്ക് ടേസ്റ്റും അതുപോലെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന സമയത്തും ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് വെന്താൽ മതി. നമുക്ക് ഇനി ഇത് നമ്മൾ കറിയിലിട്ടതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും. ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു 2 തുണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ഏലയ്ക്കും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളാണ്. നമ്മൾ പൊടി എന്ന് പറയുന്ന സമയത്ത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ പെട്ടെന്നൊരു മഞ്ഞ കളർ കിട്ടുന്ന പോലെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറവാക്കി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ ചേർക്കട്ടോ. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ വളരെ കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചതിന് ശേഷം വെള്ളം ഈ സമയത്ത് ഒഴിക്കേണ്ട, ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ മസാലപ്പൊടികളും നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതാണെങ്കിലും ഈ മസാലപ്പൊടികളിൽ കടന്നിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നല്ല സിമ്മിൽ തന്നെ വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്തും അതും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കേണ്ട. പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം മാറും കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് എത്ര കറിക്ക് വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പനീർ മസാല നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം.
അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ തിളപ്പിക്കുമല്ലോ, അപ്പോൾ ആ സമയത്താണ് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഏകദേശം ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. കുറുകി വന്നതിന് ശേഷം പിന്നെ അവസാനമായിട്ട് നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ ഫൈനലായിട്ട് അവസാനമായിട്ട് നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു പന്നീർ ബട്ടർ മസാലയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഏതൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുമോ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഈ ഒരു മസാല നമ്മൾ റെഡിയാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അവസാനമായിട്ട് നമ്മൾ ഈ ബട്ടർ ചേർക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ് ഈ ഒരു റെസിപ്പി നമ്മൾ റെഡിയാക്കിയത്. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കാത്തവരാണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു കൂട്ടും. ഇപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് സ്നാക്സ് ഉണ്ടാക്കിയാൽ കഴിക്കും, പക്ഷേ കറി വെച്ചാൽ അതിൽ കഴിക്കില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു കറി. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.